ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളുടെ കോപ്പിയെക്കുറിച്ച് പറയാനാണ് കേട്ടോ. കോപ്പി എന്ന പുസ്തകം തുറന്നു നോക്കാത്ത ഒരുപാട് കാലങ്ങൾ നമുക്കുണ്ടായിരുന്നു അല്ലേ. ഒന്നും രണ്ടും പേജുകൾ എഴുതി പിന്നെ നിർത്തിപ്പോയ അവസ്ഥകളാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ചെറുപ്പങ്ങളിലൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുറേ കാലം ആ നോട്ട് റഫ് നോട്ടായി യൂസ് ചെയ്ത ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടീച്ചർ സൂപ്പറാണ്. ഞങ്ങൾ 1-ാം ക്ലാസ്സിലത്തെ ടീച്ചർ സൂപ്പറാണ്. ടീച്ചർ തുടക്കം മുതൽ ഇന്ന് വരെ, ഇന്ന് ഇപ്പോൾ ജനുവരി 28 ഇന്ന് വരെ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം 1-2 ദിവസം ചിലപ്പം വിട്ടു പോയിട്ടുണ്ടെങ്കിലായി, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ദിവസവും മക്കൾക്ക് ഡയറി കോപ്പി എഴുതി കൊടുക്കുമായിരുന്നു. അതുപോലെ ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ കുട്ടി തീർച്ചയായും എൻ്റെ മോൾ എഴുതിയ പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്കുണ്ടായ മാറ്റം വളരെ വലുതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പറയാറുണ്ട്, ഉരുട്ടി എഴുതും, നല്ല എഴുത്ത് ലഭിക്കും കോപ്പി ചെയ്താൽ. അത് മാത്രമല്ല കേട്ടോ, ആ എഴുതുന്ന കാര്യം മനസ്സിൽ പതിയാനും കൂടിയാണ്. ഈ ഒരു മേലെ ടീച്ചർ എഴുതിയ ഹെഡ്ലൈന് നോക്കി താഴെ വരെ എഴുതുമ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ എത്രത്തോളം പതിയുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നാവും. കുട്ടി വായിച്ചിട്ട് എഴുതുകയാണെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന അറിവ് ചില്ലറയല്ല. അക്ഷരങ്ങൾ മനസ്സിൽ പതിയാനും എഴുതുന്ന ഓർഡർ, അത് നല്ല ഓർഡറിൽ എഴുതുന്നത് വൃത്തിയായും എഴുതി പഠിക്കാനുള്ളൊരു ചാൻസാണ് കേട്ടോ. അതുപോലെ ഫസ്റ്റ് മുതൽ എഴുതുന്ന സമയത്ത് നമുക്ക് അക്ഷരങ്ങൾ അറിയാത്തതും അക്ഷരത്തിന് പരിചയമില്ലാത്തത് കൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു കണ്ടില്ലേ, ഒരു ഒരു കുഞ്ഞ് എഴുത്തൊക്കെയാണ്. പിന്നെ പിന്നെ പഠിച്ച് വന്നപ്പോൾ സ്വന്തമായി എഴുതാനും, അതായത് യാ ഴ അതൊക്കെ മാറാൻ തുടങ്ങി. കാരണം യാ ഴ രണ്ടും അറിയുന്നത് കൊണ്ട് മേലെയുള്ള ഹെഡ്ലൈന് നോക്കാതെ സ്വന്തമായി എഴുതാൻ തുടങ്ങി. ഇതൊക്കെ വലിയ വലിയ നേട്ടങ്ങളാണ്. ആ ചെറിയ തെറ്റുകൾ ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ തെറ്റുകളാണ്, പക്ഷെ അത് സ്വന്തമായി പഠിച്ച് ധൃതിയിൽ എഴുതാൻ തുടങ്ങി. കോഴി കോഴി എന്നൊക്കെ ആയിപ്പോയി, പക്ഷെ അത് ഫാസ്റ്റായിട്ട് എഴുതാൻ തുടങ്ങിയതും നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായം വെച്ച് ചെറുപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ സൂപ്പറാണ് കേട്ടോ.